തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ടും ഓപ്പൺ വോട്ടും നടന്നതായി ധർമ്മടം മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ രഞ്ജിത്ത് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചില ബൂത്തുകളിൽ 90% വോട്ടും ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾ വരെ ഓപ്പൺ വോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. വ്യാപകമായ രീതിയിലുള്ള കള്ളവോട്ടാണ് ധർമ്മടം മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഞാനിന്നലെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഏകദേശം 80-85ഓളം ബൂത്തുകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് എന്ന രീതിയിൽ ജിതിൻ രഘുനാഥ് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹവും ഏകദേശം ഒരു 90ഓളം ബൂത്തുകളിൽ സമ്പർക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തെല്ലാം തന്നെ വ്യാപകമായ രീതിയിലുള്ള കള്ളവോട്ട് നടന്നു എന്നുള്ള റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ റിട്ടേണിംഗ് ഓഫീസർ മുമ്പിൽ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ പോയി കണ്ട് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളവോട്ട് മാത്രമല്ല, എല്ലാ ബൂത്തുകളിലും ധർമ്മടം നിയോജകമണ്ഡലത്തിലെ 198 ബൂത്തുകൾ ധർമ്മടം നിയോജകമണ്ഡലത്തിലുണ്ട്. ആ 198 ബൂത്തുകളിൽ ഏകദേശം ഒരു 50-60 എബോ അതിൽ മുകളിലാണ് ഓപ്പൺ വോട്ട് ചെയ്തിരിക്കുന്നത്. പരസ്യമായ രീതിയിലുള്ള ജനാധിപത്യ കശാപ്പാണ് ഇന്നലെ ധർമ്മടം മണ്ഡലത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. 11,000-ഓളം ഓപ്പൺ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചുവെന്നും കെ രഞ്ജിത്ത് പറഞ്ഞു. മണ്ഡലത്തിൽ സംഘർഷം ഒഴിവായത് ആത്മസംയമനം പാലിച്ചത് കൊണ്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു. BJP ശക്തമായ നിലപാടെടുത്തതിനാലാണ് കൂടുതൽ കള്ളവോട്ടുകൾ നടക്കാതെ പോയത് എന്നും രഞ്ജിത്ത് പറഞ്ഞു.